ഈ സാംസ്കാരിക പ്രതിരോധ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കേരള ദളിത് പാന്തേഴ്സിന്റെ സീനിയർ നേതാവും സെക്രട്ടേറിയറ്റ് അംഗവുമായ സഹോദരൻ ശശി പന്തളം, ഈ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനും സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന്റെ സംഘാടകനും അഭിഭാഷകനുമായ സഹോദരൻ അഡ്വക്കേറ്റ് അൻസാരി, PDPയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി സിബീഷ് ചെറുവല്ലൂർ, പ്രമുഖ കലാകാരൻ സുനിൽ വിശ്വം, അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ സംഘാടകനും ഭാരവാഹിയുമൊക്കെയായിട്ടുള്ള ശ്രീജിത്ത്, സഹോദരൻ ശ്രീജിത്ത്, മറ്റ് പ്രമുഖരായ സംഘാടകരെ, വ്യക്തിത്വങ്ങളെ, ഈ പ്രതിഷേധ സായാഹ്നത്തിന് സാക്ഷ്യം വഹിക്കുന്ന അടൂരിലെ പ്രബുദ്ധരായ നാട്ടുകാരെ, സുഹൃത്തുക്കൾ, നിങ്ങൾക്കേവർക്കും എന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ കേരളം ഈ അടുത്ത കാലത്തായി കേട്ട ഏറ്റവും യാഥാസ്ഥിതികമായ ഒരു നിലപാടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നവോത്ഥാനന്തര കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തിയ അടൂർ ഗോപാലകൃഷ്ണന്റെ ഫ്യൂഡൽ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ പ്രതിഷേധ സായാഹ്നം കേരള ദളിത് പാന്തേഴ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്ന സിനിമ നയരൂപീകരണ കോൺക്ലേവിൽ കേരളത്തിലെ ക്യാബിനറ്റ് അംഗങ്ങൾ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ, ഇവരെല്ലാം അടങ്ങിയ വളരെ ഗൗരവമുള്ള ഒരു വേദിയായിരുന്നു ചലച്ചിത്ര നയരൂപീകരണ കോൺക്ലേവ്. ആ കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമ എന്ന ഏറ്റവും ആധുനികമായ മാധ്യമത്തെ, മീഡിയയെ, അതിന് ഏറ്റവും പുതിയ കാലത്ത് നമ്മുടെ സമൂഹത്തിന്റെ വൈവിധ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക പ്രബുദ്ധതയെ അംഗീകരിച്ചുകൊണ്ട് ആ സിനിമാ മേഖലയെ ശക്തിപ്പെടുത്താനും സിനിമാ മേഖലയിൽ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കുന്ന, പ്രത്യേകിച്ചും ചലച്ചിത്ര വ്യവസായ മേഖലയിൽ ദലിതുകൾ, ആദിവാസികൾ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ് തുടങ്ങിയ വിഭാഗങ്ങൾക്ക് അവർക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരിൽ നിന്നുള്ള സംവിധായകർക്ക്, അവരിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ചില തീരുമാനങ്ങൾ കൂടി ചർച്ച ചെയ്യുന്ന ഒരു കോൺക്ലേവായിരുന്നു ഈ സിനിമ നയരൂപീകരണ കോൺക്ലേവ്. ആ കോൺക്ലേവിലാണ് പ്രമുഖ ചലച്ചിത്രകാരനും അടൂരുകാരനുമായ ഒട്ടനവധി ലോക പ്രശസ്തി നേടിയ, പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ സിനിമകൾ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച
അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന പുറത്തു വരുന്നു. സന്ദർഭം മലയാള സിനിമയിൽ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരുപാട് ദലിതരായ സ്ത്രീകളായ ആദിവാസികളായ ചലച്ചിത്ര പ്രവർത്തകരുണ്ട്, സംവിധായകരുണ്ട്. എന്നാൽ അവർക്ക് മലയാള സിനിമ എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഭരണഘടനാപരമായ പങ്കാളിത്തം, ഭരണഘടനാപരമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാനുമുള്ള പോളിസിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സർക്കാർ തീരുമാനപ്രകാരം നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ നിലവിലിരിക്കുന്ന രീതി അനുസരിച്ച് ഇത്തരം നവാഗത സംവിധായകർക്ക്, ദലിതരായ സ്ത്രീകളായ സംവിധായകർക്ക് 1.5 കോടി രൂപ സിനിമാ നിർമ്മാണത്തിനായി സർക്കാർ ഫണ്ട് നീക്കിവെക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച ഈ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോഴാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ഈ സീനിയറായ സിനിമ മേഖലയിലെ കുലപതി എന്നൊക്കെ കേരളം വിശേഷിപ്പിച്ച അടൂർ ഗോപാലകൃഷ്ണൻ വളരെ ഒരു തരത്തിലും ഈ നയത്തോട് അനുകൂലമായി പ്രതികരിക്കാതെ അദ്ദേഹം ജനാധിപത്യ വിരുദ്ധമായ അഭിപ്രായ പ്രകടനം നടത്തിയത്. എന്താണത്? ഒന്നാമത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയുള്ള സംവിധായകർക്ക്, സ്ത്രീകളും ദലിതരും, അവർക്ക് സർക്കാർ സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ ആ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് മുന്നോടിയായി സ്ത്രീകളായ ദലിതരായ സംവിധായകർക്ക് തീവ്രമായ പരിശീലനം നൽകണം. 3 മാസമെങ്കിലും നീണ്ടു നിൽക്കുന്ന തീവ്ര പരിശീലനം നൽകിയിട്ട് മാത്രമേ ദലിതരായ സ്ത്രീകളായ സംവിധായകർക്ക് അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്ക് ഈ സാമ്പത്തിക സഹായം കൊടുക്കാൻ പാടുള്ളൂ. തുടർന്ന് അദ്ദേഹം പറയുന്നത്, കരം പിരിച്ചുണ്ടാക്കിയ പൈസയാണ്, നികുതി സമാഹരിച്ചുണ്ടാക്കിയ പൈസ വെറുതെ കളയാനുള്ളതല്ല, അത് പാഴാക്കാനുള്ളതല്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് വിനിയോഗിക്കേണ്ടതാണ്. ഈ അഭിപ്രായത്തിനകത്തും വലിയ ഒരു മുൻവിധിയോടുകൂടിയാണ്. ദലിതരായ സംവിധായകർക്ക് പൈസ കൊടുത്താൽ, സ്ത്രീകളായ സംവിധായകർക്ക് പൈസ കൊടുത്താൽ ആ പൈസ വൃഥാവിലാകും, ആ പൈസ കളഞ്ഞു കുളിക്കപ്പെടും എന്ന രീതിയിലുള്ള ഒരു മുൻവിധി പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ നികുതി പിരിച്ചുള്ള പൈസയൊന്നും അങ്ങനെ പാഴാക്കാനുള്ളതല്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, ഈ 1.5 കോടി രൂപയൊന്നും അങ്ങനെ എടുത്ത് കൊടുക്കേണ്ടതില്ല, ഇത് 3ആയിട്ട് വിഭജിക്കണം. 50 ലക്ഷം രൂപ മതി ഒരാൾക്ക്. അങ്ങനെ സ്ത്രീകളായ സംവിധായകർക്ക് അല്ലെങ്കിൽ ദലിതരായ സംവിധായകർക്ക് 50 ലക്ഷം രൂപ വീതം ഇങ്ങനെ മുറിച്ചു കൊടുത്താൽ 3 സിനിമകൾ വരുമല്ലോ. അപ്പൊ ഇത്രയൊന്നും പൈസക്ക് ഈ വിഭാഗങ്ങൾ അർഹരല്ല എന്ന ഒരഭിപ്രായമാണ് അടൂർ ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്നത്. ഇത് വളരെ കേരള സർക്കാരിന്റെ ഔദ്യോഗികമായ സിനിമാ നയത്തിന് വിരുദ്ധമായ ഒരഭിപ്രായ പ്രകടനമാണ്. ദലിതരും സ്ത്രീകൾക്കുമൊന്നും ഇങ്ങനെയുള്ള പ്രാപ്തിയില്ല, ശേഷിയില്ല എന്ന നിലയിൽ അവരെ താഴ്ത്തിക്കെട്ടുന്ന, അപമാനിക്കുന്ന ഒരു ഫ്യൂഡൽ മാടമ്പീകതായ അഭിപ്രായ പ്രകടനമാണ് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ കോൺക്ലേവിൽ നടത്തിയത്. ഇനി മറ്റൊന്ന്, ഈ അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ ആ വേദിയിൽ പ്രമുഖ കലാകാരിയും ഗായികയുമൊക്കെയായ കേരളത്തിലെ സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനായ പുഷ്പവതി അവിടെ എഴുന്നേറ്റ് നിൽക്കുകയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. ഒരു സ്ത്രീ എന്ന നിലയിൽ, ദലിത കലാകാരി എന്ന നിലയിൽ നമുക്കറിയാം, പുഷ്പവതിയെ സംബന്ധിച്ചിടത്തോളം അവർ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം, ഒരു വിമർശനം ഈ പിന്തിരിപ്പൻ നയത്തിനെതിരെ പരസ്യമായി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. പുഷ്പവതിയെ സംബന്ധിച്ചിടത്തോളം അവർ വെറുതെ വന്ന ഒരാളല്ല.
കേരള സർക്കാർ ഔദ്യോഗികമായി ക്ഷണിച്ച ഒരു ഗസ്റ്റാണ്, അതിഥിയായിരുന്നു പുഷ്പവതി. മാത്രമല്ല 20 വർഷക്കാലമായി മലയാള സിനിമയുമായി ബന്ധപ്പെട്ട്, സംഗീതവുമായി ബന്ധപ്പെട്ട് പാട്ടുകൾ എഴുതുകയും പാട്ടുകൾ സംവിധാനം ചെയ്യുകയും അതേപോലെ ഗാനങ്ങൾ പാടുകയും ചെയ്ത പ്രശസ്തയായ ഒരു കലാകാരിയാണ് പുഷ്പവതി. ആ പുഷ്പവതി അഭിപ്രായം പറയുമ്പോഴാണ് അതിനോട് പ്രതികരിച്ചുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്, ആരാണ് ഇവരെ ക്ഷണിച്ചത്? വഴിയെ പോകുന്നവർക്കെല്ലാം, വഴിയെ പോകുന്ന ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അഭിപ്രായം പറയാനുള്ളതാണോ ഈ സിനിമ കോൺക്ലേവ്? സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് വഴിയെ പോകുന്ന സ്ത്രീകൾക്കൊക്കെ വന്ന് ഇങ്ങനെ അഭിപ്രായം പറയാനുള്ള ഒരു വേദിയാണോ? ഇവരാരാണ്? എന്നെപ്പോലുള്ള ഒരാൾ പ്രസംഗിക്കുമ്പോൾ, എന്നെപ്പോലുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ആരാണ് ഈ സ്ത്രീ അഭിപ്രായം പറയാൻ? പ്രിയമുള്ളവരെ, ഇതൊരു നവോത്ഥാന കേരളമാണ്, നവോത്ഥാനന്തര കേരളമാണ്. അഭിപ്രായം പ്രകടിപ്പിക്കാനും വിമർശിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള പൗരന്റെ അവകാശങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുള്ള, പ്രത്യേകിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് സർക്കാരിനെ, ഭരണകൂടത്തെ, ഏത് സംവിധാനത്തെയും അത് പൗരന്മാരുടെ അവകാശങ്ങൾക്കെതിരാകുമ്പോൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നിലപാട് പറയാനും വിസമ്മതിക്കാനുമുള്ള ഒരു പൗരാവകാശം എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം അംഗീകരിക്കപ്പെട്ട ഒരു കാലത്താണ് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് ആരാണ് ഇവരെ എന്ന്. അവരറിയില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞത് പുഷ്പവതിയെ തനിക്ക് അറിയില്ല എന്നാണ്. 20 വർഷമായി മലയാള ഈ കലാരംഗമായി ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകൾ, ഇമ്പമുള്ള ഒരുപാട് ഗാനങ്ങൾ പാടുകയും അത് സംഭാവന ചെയ്ത ഒരു കലാകാരിയെ കുറിച്ച് സിനിമാ രംഗത്തുള്ള ഈ വലിയ ആഗോള പ്രശസ്തിയുള്ള ഒരു മനുഷ്യന് അറിയില്ല എന്ന് പറയുമ്പോൾ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ആരാണിവൾ? 20 വർഷമായി നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ സാധാരണ മൊബൈൽ സാക്ഷരതയുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും കലാരംഗത്തുള്ള വ്യക്തിത്വങ്ങളെ അറിയാം. അവർ അപരിചിതരല്ല. അത്ര പോലുമുള്ള ഒരു സാമൂഹ്യ ബോധം അടൂർ ഗോപാലകൃഷ്ണൻ ഇല്ല എന്ന് വരുമ്പോൾ, അവരെക്കൊള്ള ഒരു പോപ്പുലർ ഗായികയെ, കലാകാരിയെ തനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ആ അജ്ഞത കേവലമായ അജ്ഞതയല്ല. അവരെക്കൊള്ളൊരു കലാകാരിയെ അക്നോളജി ചെയ്യാൻ, അവരെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ പുഴുത്തുനാറിയ പഴഞ്ചൻ ജാതി ജന്മി മാടമ്പിത്ത മനോഭാവത്തിന്റെ ധിക്കാരപരമായ പ്രകടനമാണ്, വിളംബരമാണ്. എനിക്കിവരെ അറിയില്ല, ആരാണിവളെന്ന് ചോദിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രബുദ്ധരായ ജനങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഇത് വലിയ നിലയ്ക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സന്ദർഭമാണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ നിരുത്തരവാദപരമായ പ്രസ്താവന, ആ പ്രസ്താവനയ്ക്കെതിരെ കേരളത്തിലെ ഭരണകൂടം, കേരള ഗവൺമെന്റ് വളരെ കൃത്യമായ നിലപാട് വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കലാ സാംസ്കാരിക മണ്ഡലങ്ങളിൽ, അതേപോലെ സിനിമയുമായി ബന്ധപ്പെട്ട ഉയർന്ന പദവികളിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അത്തരം ഉയർന്ന പദവികൾ അലങ്കരിച്ച ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അങ്ങനെയുള്ള ഒരാൾ ജനാധിപത്യ വിരുദ്ധമായി ഒരു സർക്കാർ നയത്തെ ഇങ്ങനെ തള്ളിപ്പറയുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ, അതിനെ ഈ നിലയ്ക്ക് വില കുറച്ച് കാണുമ്പോൾ സ്വാഭാവികമായി അടൂർ ഗോപാലകൃഷ്ണൻ ആ പ്രകടിപ്പിച്ച അഭിപ്രായം അത് സർക്കാരിന്റെ നയമല്ല, സർക്കാർ നയത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് കൃത്യമായി ഈ വിഷയത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് നിലപാട് വിശദീകരിക്കേണ്ടതാണ്. അടൂർ ഗോപാലകൃഷ്ണനോട് വിശദീകരണം തേടേണ്ടതാണ്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ കേരളത്തിലെ ദളിതരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അപമാനിക്കപ്പെട്ട ഒരു സന്ദർഭമാണ്. അയാൾ പുഷ്പവതിയെ ആക്ഷേപിക്കുക മാത്രമല്ല, പിന്നീട് അങ്ങോട്ടുള്ള തുടർ ദിവസങ്ങളിലൊക്കെയും അടൂർ ഗോപാലകൃഷ്ണൻ ന്യായീകരിച്ചുകൊണ്ട് വരുന്ന ശ്രീകുമാരൻ തമ്പിമാരെ പോലുള്ള വ്യക്തികൾ, മുകേഷിനെ പോലുള്ള സിനിമാ പ്രവർത്തകർ, അവരൊക്കെയും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ ന്യായീകരിക്കുകയാണ്. അയാൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒറ്റ കാര്യം മാത്രം,
നമ്മൾ ആലോചിച്ചാൽ മതി. ദലിതർക്കും സ്ത്രീകൾക്കും മാത്രമാണോ സിനിമാ രംഗത്ത് പരിശീലനം വേണ്ടത്? മറ്റാർക്കും പരിശീലനം വേണ്ടേ? ദലിതരല്ലാത്ത സ്ത്രീകളല്ലാത്ത ഇവിടുത്തെ സിനിമാ മേഖലയിലുള്ള ആർക്കും സർക്കാർ പണം കൊടുക്കുമ്പോൾ അവർക്കാർക്കും പരിശീലനം വേണ്ട. പക്ഷെ ദലിതൻ സിനിമ എടുക്കുന്നെങ്കിൽ, സ്ത്രീകൾ സിനിമ എടുക്കുന്നെങ്കിൽ അവർക്ക് പരിശീലനം വേണമെന്ന് പറയുമ്പോൾ ദലിത് വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ അഭിപ്രായമാണിത്. ഞാൻ ചോദിക്കട്ടെ, അടൂർ ഗോപാലകൃഷ്ണൻ എത്ര സിനിമകൾ എടുത്തു? ഈ സിനിമകൾക്ക് എവിടെ നിന്നാണ് പൈസ കണ്ടെത്തിയത്? നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും മറ്റ് സർക്കാർ ഏജൻസികളുടെയും ഏറ്റവും അധികം പണം ആ സഹായമായി സ്വീകരിച്ച വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. എന്ത് പരിശീലനം നടത്തിയിട്ടാണ്, ഏത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ സർക്കാരിന്റെ പണം സ്വീകരിച്ചത്, സർക്കാർ നയം സ്വീകരിച്ചത്, സർക്കാരിന്റെ സഹായം സ്വീകരിച്ചത്? അടൂർ ഗോപാലകൃഷ്ണൻ അത്രത്തോളം ചോദ്യം ചെയ്യപ്പെടാതെ, ഈ പരിശോധനയില്ലാതെ, പരിശീലനമില്ലാതെ ഈ ഫണ്ടുകളൊക്കെ വെട്ടിവിഴുങ്ങാനുള്ള എന്ത് അധിക യോഗ്യതയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉള്ളത് എന്ന് അയാൾ വിശദീകരിക്കണം. അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചൊക്കെ നമുക്ക് പറയാം, അവിടേക്ക് വരട്ടെ. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ജാതീയ അധിക്ഷേപം എന്ന് പറയുന്നത്, ഒരുപക്ഷെ മലയാള സിനിമയിൽ എല്ലാവർക്കും പരിശീലനം കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ സംവിധായകരായ എല്ലാ മലയാളികൾക്കും, എല്ലാ സംവിധായകർക്കും ടെക്നോളജിയുടെ ഭാഗമായി അല്ലെങ്കിൽ ചലച്ചിത്ര നയത്തിന്റെ ഭാഗമായി പരിശീലനം കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹം ഒരു പൊതുവായ പ്രസ്താവന നടത്തിയിരുന്നത് എങ്കിൽ നമുക്ക് അതിനെ അംഗീകരിക്കാമായിരുന്നു. പക്ഷേ പട്ടികജാതിക്കാരായാൽ അവർക്ക് പരിശീലനം കൊടുക്കാതെ പൈസ കൊടുത്താൽ അവർ പാഴാക്കുമെന്ന് പറയുന്ന ഈ മുൻവിധിയുടെ അടിസ്ഥാനം എന്താ? മലയാള സിനിമയിൽ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ അതിനേക്കാൾ പ്രശസ്തനായ മനുഷ്യരുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പത്തനംതിട്ടക്കാരനായ നമ്മുടെ നാട്ടുകാരനായ ബിജു, ഡോക്ടർ ബിജു, അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരുപാട് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വാങ്ങിയിരിക്കുന്നു. ലോക പ്രശസ്തനായ ഒരു ചലച്ചിത്രകാരനായി, സംവിധായകനായി ഡോക്ടർ ബിജു എന്ന് മാറിയിരിക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ ട്യൂട്ടോറിയലിൽ പോയി പഠിച്ചിട്ടാണോ ഡോക്ടർ ബിജു സിനിമ എടുക്കുന്നത്? അടൂർ ഗോപാലകൃഷ്ണന്റെ കീഴിൽ പോയി ആ ദക്ഷിണ വെച്ച് അയാൾ പറഞ്ഞു കൊടുത്ത ഏതെങ്കിലും പഠിച്ചിട്ടാണോ ലെനിൻ രാജേന്ദ്രൻ സിനിമ എടുത്തത്? ലോഹിതദാസ് സിനിമ എടുത്തത്? മലയാളത്തെ ഏറ്റവും പോപ്പുലറായ എത്രയോ സിനിമകൾ സംഭാവന ചെയ്ത ലോഹിതദാസ് സിനിമ എടുത്തത് അടൂർ ഗോപാലകൃഷ്ണന്റെ മുമ്പിൽ പോയി ഇങ്ങനെ ദക്ഷിണ വെച്ചിട്ടാണോ ബ്ലസ്സി സിനിമ എടുത്തത്? അങ്ങനെ എത്ര പേര് കേരളത്തിലെ ഒരു സിനിമ ആ സംവിധായകരും അങ്ങനെയുള്ള പല പ്രശസ്തരും ഒന്നും അടൂർ ഗോപാലകൃഷ്ണന് മുമ്പിൽ പോയി പഠിച്ചിട്ടല്ല. അടൂർ ഗോപാലകൃഷ്ണനും അങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടല്ല. അപ്പോൾ പിന്നെ ദലിതരായാൽ അങ്ങനെ പ്രത്യേക പരിശീലനം വേണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, VS സനോജിനെ പോലുള്ള സിനിമ ഈ കേരള സർക്കാരിന്റെ സാമ്പത്തിക സഹായം ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങിയ 2 സിനിമകളാണ് ദലിതരുടേതായിട്ടുള്ളത്. അതിലൊന്ന് എന്ന് പറയുന്നത് VS സനോജിന്റെ അരിക എന്ന് പറയുന്ന സിനിമയാണ്. 2023 ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ അരിക എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ കലാമൂല്യം വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ ഏറ്റവും മനോഹരമായ ഒരു സിനിമയാണ്. നല്ല പ്രമേയം ഉള്ള ഒരു സിനിമയാണ്. അതിന്റെ സാങ്കേതിക മികവുകളെല്ലാം പാലിച്ച ഒരു നല്ല സിനിമയാണ്. ആ സിനിമ ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്ത സിനിമയാണ് സനോജിന്റേത്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പരിശീലനം കൊടുത്തിട്ട് വേണം സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരിശീലനമല്ല. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നീണ്ടകാലത്തെ അനുഭവ സമ്പത്തുള്ളവരാണ്. മാത്രമല്ല ഇവരൊക്കെയും സിനിമയുടെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള പഠനങ്ങൾക്കും പരിശീലനങ്ങൾക്കും വ്യക്തിപരമായി വിധേയരായവരാണ്. അതിന് കഴിവുള്ളത് കൊണ്ടാണ് സിനിമ എടുക്കുന്നത്. കേരള സർക്കാരിന്റെ സഹായത്തോടെ 9ഓളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ഏതാണ്ട് 6ഓളം സിനിമകൾ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടാമതായി അധിക്ഷേപിച്ച വനിതകളായ സംവിധായകരെടുത്ത സിനിമകളാണ്. ആ വനിതാ സംവിധായകരെടുത്ത 6ഓളം സിനിമകൾ, അതിൽ പല സിനിമയും ലോക നിലവാരമുള്ള സിനിമകളായി അംഗീകരിക്കപ്പെട്ടതാണ്. അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ പോലും പോയി അംഗീകാരം കിട്ടിയ സിനിമകൾ മലയാളികളായ സ്ത്രീകളായ സംവിധായകർ എടുത്തിരിക്കുന്നു എന്ന കാര്യം അടൂർ ഗോപാലകൃഷ്ണൻ അറിയില്ലേ? പിന്നെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഇതിന് കഴിവില്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയാൻ കഴിയുക? അതുകൊണ്ട് ഇതിനകത്ത് വളരെ കൃത്യമായ ഒരാക്ഷേപമുണ്ട്.
നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് ഭരണഘടനാപരമായി നമ്മുടെ രാജ്യത്ത് സർക്കാരിന്റെ പൊതു സംവിധാനങ്ങളിൽ, സർക്കാരിന്റെ പൊതുവായ സംവിധാനങ്ങളിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യവും പങ്കാളിത്തവും ഇവിടുത്തെ ദലിതുകൾക്കും അതേപോലെ ആദിവാസികൾക്കും സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഒക്കെ അർഹതപ്പെട്ടതാണ്. സംവരണത്തിന്റെ തത്വം തന്നെ അതാണ്. അതുകൊണ്ട് ദേശീയ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണെങ്കിലും കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണെങ്കിലും അങ്ങനെയുള്ള ഏജൻസികളാണെങ്കിലും അവർ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുമ്പോൾ ആ ചിലവഴിക്കുന്ന രൂപയിൽ ഭരണഘടനാപരമായ പ്രാതിനിധ്യം നിയമപരമായി ലഭിക്കേണ്ട ഒരു വിഭാഗമാണ് ഈ രാജ്യത്തെ ദലിതുകൾ, ആദിവാസികൾ. അത് ഔദാര്യമല്ല. അടൂർ ഗോപാലകൃഷ്ണന്റെ തറവാട്ട് സ്വത്തെടുത്ത് ദലിതരായ കലാപ്രവർത്തകർ കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അയാളുടെ പൈസ തരണ്ട, ആരുടെയും സ്വകാര്യമായ പൈസ വേണ്ട. നേരെ മറിച്ച് സർക്കാരിന്റെ പണം, സർക്കാരിന്റെ സഹായം അത് അവകാശമാണ്. അത് കൊടുക്കുമ്പോൾ അരുത എന്ന നിലയിൽ സിനിമാ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഈ രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങളുടെ ദലിതരുടെ സ്ത്രീകളുടെ ആ വഴി അടച്ചുകൊണ്ടുള്ള നയത്തെ, സർക്കാർ നയത്തെ അട്ടിമറിക്കുന്ന ഒരു ജനാധിപത്യപരമായ ഗൂഢാലോചന, ജനാധിപത്യ വിരുദ്ധമായ ഗൂഢാലോചന തീർച്ചയായും അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കകത്ത് ഒളിച്ചിരിപ്പുണ്ട്. രണ്ടാമത് താഴ്ത്തിക്കെട്ടുന്ന മനോഭാവം, അതാണ് പുഷ്പവതിയുടെ കാര്യത്തിൽ പുറത്തു വന്നത്. ഇത് പറയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ മാത്രം ഇത്ര പ്രശസ്തനായ അടൂർ ഗോപാലകൃഷ്ണനെ അയാൾ മാപ്പ് പറയണമെന്നും അയാൾ ചെയ്തത് അട്രോസിറ്റിയാണെന്നും അയാൾ പ്രകടിപ്പിച്ചത് ജാതീയമായ ഒരു മാടം വിത്ത അഭിപ്രായമാണ് എന്നും ഞങ്ങളെപ്പോലുള്ളവർ പറയുമ്പോൾ അത്രത്തോളം അടൂർ ഗോപാലകൃഷ്ണനെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില ന്യായീകരണ തൊഴിലാളികൾ ഇപ്പോൾ ഉണ്ട്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അത് ഇതിനോടകം വാർത്താ ചാനലുകളിലും പത്രങ്ങളിലും വന്നു കഴിഞ്ഞു. 4-5 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സിനിമാ സംവിധാനവുമായി ബന്ധപ്പെട്ട്, സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതിന്റെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ നടത്തുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള കേരള സർക്കാർ ഒരു സ്ഥാപനമാണ് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണെങ്കിൽ ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ. ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്നു ശങ്കർ മോഹൻ. അങ്ങനെ ശങ്കർ മോഹൻ ഡയറക്ടറായി, അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനായിരുന്ന ഈ കോട്ടയത്തെ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദലിതരായ അവിടെ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളെ, അവിടെ ജോലിക്ക് വന്ന സ്ത്രീകളെ ജാതിയുടെ പേരിൽ വലിയ അധിക്ഷേപം നടത്തുകയും അവരെ അപമാനിക്കുകയും ചെയ്ത വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇയാൾ ഇങ്ങനെയുള്ളൊരു ജനാധിപത്യ മനോഭാവം ഒട്ടും തൊട്ടു തിരിഞ്ഞിട്ടില്ലാത്ത ഒരാളായതുകൊണ്ടാണ് അവിടെ പഠിക്കാൻ വന്ന, അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ഥാപനത്തിൽ പഠിക്കാൻ വന്ന കുട്ടികളെ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിച്ചു. മാത്രമല്ല, നിങ്ങൾ അറിയുമല്ലോ, ആ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിക്ക് വന്ന സ്ത്രീകളെ, അവരോട് അതിന്റെ ഡയറക്ടറായ സവർണ മാടമ്പിയായ മോഹൻ ശങ്കർ അയാൾ പറഞ്ഞു, നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം പണി ചെയ്താൽ പോരാ, എന്റെ വീട്ടിൽ വന്ന് അടുക്കള പണി ചെയ്യണം, എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ അവിടുത്തെ കക്കൂസ് വൃത്തിയാക്കണം. അങ്ങനെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായ മോഹൻ ശങ്കർ അവിടെ ജോലി ചെയ്യുന്ന ദലിതരായ സ്ത്രീകളെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് അയാളുടെ ഈ കക്കൂസ് കഴുകാൻ അവരോട് ആവശ്യപ്പെട്ടു. ആ സ്ത്രീകൾ നിവർത്തിയില്ലാതിട്ട്, ജീവിതത്തിന്റെ ഉപജീവനത്തിന്റെ പ്രശ്നമാണ് എന്നതുകൊണ്ട് നിവർത്തിയില്ലാതെ ആ സ്ത്രീകൾ ആ മോഹൻ ശങ്കറിന്റെ വീട്ടിൽ ചെന്ന് അവർ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തപ്പോൾ ആ ക്ലീൻ ചെയ്ത തൊഴിലാളികളെ അയാൾ ആക്ഷേപിച്ചു. പ്രശസ്തമായ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറായ മനുഷ്യൻ എന്തായാലും പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് കയ്യിൽ ഗ്ലൗസ് ഇടുന്നത്? നമ്മുടെ രാജ്യത്തെ ടോയ്ലറ്റുകൾ, നമ്മുടെ നാട്ടിലെ ടോയ്ലറ്റുകൾ, കക്കൂസുകൾ അത് കഴുകി പബ്ലിക് ഉപയോഗിക്കുന്ന, അല്ലെ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ആ കക്കൂസുകളിലെ ഹ്യൂമൻ വേസ്റ്റ് അത് മാറ്റുമ്പോൾ കയ്യിൽ ഉറയിടുക എന്ന് പറയുന്നത് ഒരവകാശമാണ്, അത് സുരക്ഷിതത്വത്തിന്റെ പ്രശ്നമാണ്. പക്ഷേ ഈ മോഹൻ ശങ്കർ എന്ന് പറയുന്ന ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പറയുന്നത് ദലിതരായ സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കരുത്,
നിങ്ങൾ കയ്യറ ഉപയോഗിക്കരുത്, നിങ്ങളുടെ കൈകൾ കൊണ്ട് ഈ കക്കൂസ് തേച്ച് കഴുകിയാൽ മാത്രമേ വൃത്തിയാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലൗസുകൾ ഊരിമാറ്റാൻ കൽപ്പിച്ച അങ്ങേറ്റം സാമൂഹ്യദ്രോഹിയായ ഒരു മനുഷ്യനായിരുന്നു വാഴ്ചങ്കർ. ആ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിന് വന്നപ്പോഴാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ വൃത്തികെട്ട സമരമാണ് നയിക്കുന്നത്. ദലിത് കുട്ടികൾ അപമാനിക്കപ്പെട്ടപ്പോൾ അവർ ഒരു പ്രക്ഷോഭം നയിച്ചപ്പോൾ ആ പ്രക്ഷോഭം വൃത്തികെട്ട സമരമാണ് എന്ന് പറയുമ്പോൾ ഒരു ജനകീയ പ്രക്ഷോഭത്തോട്, ഒരു അവകാശ സമരത്തോട് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാൾ സൂക്ഷിക്കുന്നത് അത്തരം സമരങ്ങൾ വൃത്തികെട്ട സമരമാണ് എന്നാണ്. ഈ സമരത്തിൽ അവകാശങ്ങൾ ചോദിക്കുന്ന ഒരു സമരത്തിന് വൃത്തികേട് കാണുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ ആ പഴയ മാടമ്പിത്ത മനോഭാവമല്ലേ? അപ്പോൾ ഒറ്റപ്പെട്ട കാര്യമല്ല, ഇത് അടൂർ ഗോപാലകൃഷ്ണന്റെ സ്ഥിരമായ ഒരു ജാതി മാടമ്പിത്ത മനോഭാവമാണ്. മറ്റൊന്ന്, ഇങ്ങനെയുള്ള അഭിപ്രായം പറയുമ്പോൾ ഇന്ന് അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസ് കൊടുത്തിരിക്കുകയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ. അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ പ്രസ്താവന ഭരണഘടനാപരമായി അതിന്റെ ഐത്തം 17-ാം വകുപ്പിൽ പണ്ടേ നിരോധിച്ചതാണ്. ഈ ഐത്തവും വിവേചനവും എന്നൊക്കെ പറയുന്നത് 1989 ഇന്ത്യ നിലവിൽ വന്ന അട്രോസിറ്റീസ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഉണ്ട്. ദലിതർക്കെതിരായ ജാത്യാധിക്ഷേപങ്ങളെ തടയാൻ വേണ്ടിയുള്ള നിയമം. ആ നിയമം അനുസരിച്ച് ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ലഭിക്കേണ്ട ഏതെങ്കിലും അവസരങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളോ നിലപാടുകളോ ആക്ഷേപങ്ങളോ നടത്തിയാൽ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് അത് കുറ്റകൃത്യമാണ്. അറസ്റ്റ് ചെയ്യപ്പെടേണ്ട, ജയിലിലടക്കപ്പെടേണ്ട, ശിക്ഷ ലഭിക്കേണ്ട കുറ്റകൃത്യമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന ഈ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് വളരെ കൃത്യമായ കുറ്റകൃത്യമാണ്, ജാത്യ അധിക്ഷേപമാണ്. അതുകൊണ്ട് തന്നെ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി കൊടുത്തപ്പോൾ കേരള സർക്കാർ ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കേണ്ടതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? മ്യൂസിയം പോലീസ്, കേരളത്തിലെ പോലീസ് വിദഗ്ധ ഉപദേശം ചോദിച്ചിരിക്കുന്നു. എന്താ ചോദിച്ചത്? അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തിരിക്കുന്ന ഈ അട്രോസിറ്റിയിന്മേൽ കേസെടുക്കാമോ, അല്ലെങ്കിൽ ഇത് അട്രോസിറ്റി ആണോ എന്ന് നിയമോപദേശം തേടി. പോലീസിന് കിട്ടിയ നിയമോപദേശം എന്താണ്? അയാൾ പറഞ്ഞതിനകത്ത് അങ്ങനെ കേസെടുക്കേണ്ട കുറ്റമില്ല. ആരാണ് തീരുമാനിക്കുന്നത്? ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ടാൽ, അപമാനിക്കപ്പെട്ടാൽ ആ അപമാനം അനുഭവിക്കുന്നവനാണ് അതിൽ പരാതി പറയാനുള്ള അവകാശം. അപമാനം ഉണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് അപമാനിക്കപ്പെട്ടവരാണ്, കാഴ്ചക്കാരല്ല, കണ്ടു നിൽക്കുന്നവരല്ല. അപമാനം നേരിടുന്നവരാരാണോ അവർക്കാണ് പരാതിയുള്ളത്, അവർക്കാണ് ആക്ഷേപമുള്ളത്. അതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അത് കോടതിയുടെ മുമ്പിൽ വരട്ടെ. അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന കോടതി പരിശോധിക്കട്ടെ. അതിനകത്ത് അപമാനം ഉണ്ടോ ഇല്ലയോ എന്ന് തീർപ്പ് കൽപ്പിക്കട്ടെ. പക്ഷെ എങ്ങനെയാണ് പോലീസിന് ഒരു FIR പോലും ഇട്ട് കേസെടുക്കാൻ കഴിയാതെ ഉപദേശത്തിന്റെ പേരിൽ അത് മാറ്റിവെക്കാൻ കഴിയുക? ഇവിടെ അടൂർ ഗോപാലകൃഷ്ണന് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുത്തിരിക്കുകയാണ് കേരള പോലീസ്. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന ഭരണഘടന പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് നിയമത്തിന്റെ മുമ്പിൽ എല്ലാ ഇന്ത്യക്കാരും തുല്യരാണ്. പക്ഷേ ഇവിടെ അടൂർ ഗോപാലകൃഷ്ണന് സ്പെഷ്യൽ പ്രിവിലേജാണ്. അയാൾ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണിത്താനാണ്, നായർ പോലും അല്ല, നായർക്കകത്ത് ഇച്ചിരി ഗ്രേഡുള്ള ഉണ്ണിത്താനാണ് ഞാനെന്ന് സ്വയം പറഞ്ഞ ഒരാളാണ്. പക്ഷേ ഞാൻ എന്റെ ആ വാലൊക്കെ മുറിച്ച് കളഞ്ഞു എന്നാ പറയുന്നത്. ആ വാല് മാത്രമേ മുറിഞ്ഞിട്ടുള്ളൂ. നേരെ മറിച്ച് ആ മനോഭാവം ഉണ്ടല്ലോ, ഉള്ളിൽ അത്തരം വാലുകൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരാളാണ്, അത് വെച്ച് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ആ അഭിപ്രായം പറഞ്ഞത്. ഇവരൊക്കെ എന്താണ് ഈ പറയാൻ? അല്ലെങ്കിൽ എന്റെ മുമ്പിൽ ഞാനിരിക്കുമ്പോ ഉരിയാടാൻ ആരാണെന്ന് ചോദിക്കുന്നതിനകത്തിരിക്കുന്നത് അങ്ങേയറ്റം വലിയ ജാതി സ്ത്രീ വിരോധമല്ലേ, അതിനകത്തിരിക്കുന്ന ആക്ഷേപമല്ലേ? അപ്പൊ അടൂർ ഗോപാലകൃഷ്ണന്റെ സ്പെഷ്യൽ പ്രിവിലേജ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അയാൾക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന് വരുമ്പോൾ ജാതിയുടേതായ ഒരു അധിക ഒരു സ്റ്റാറ്റസ് അയാൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രബുദ്ധ കേരളം ഇതിനെ വിലയിരുത്തണം. കേരളത്തിലെ ജനങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഗൗരവമായി ചിന്തിക്കണം. എങ്ങോട്ടാണ് കേരളം പോകുന്നത്? നമുക്കറിയാമല്ലോ, ഇത്തരം ഒരുപാട് പ്രസ്താവനകൾ നമ്മുടെ നാട്ടിൽ സമാനമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ശിവഭാരൻ തമ്മിയപ്പോൾ ആൾക്കാരും വന്നിട്ട് ന്യായീകരിക്കുമ്പോൾ ഈ ന്യായീകരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്കറിയാം
നമ്മുടെ കലാഭവൻ മണിയുടെ സഹോദരൻ, ആ സഹോദരനെ RV രാമകൃഷ്ണൻ. ആ രാമകൃഷ്ണൻ അദ്ദേഹം ഒരു സംഗീത അധ്യാപകനാണ്. മോഹിനിയാട്ടം പോലുള്ള നൃത്ത അധ്യാപകനാണ്. അങ്ങനെ നൃത്തകലയിലെ അപാര പ്രതിഭയായ RV രാമകൃഷ്ണന്റെ കാര്യത്തിൽ ഈ കലാഭവനിൽ നിന്നും ഒരു സ്ത്രീ എന്താ പറഞ്ഞത്? കലാഭവൻ സത്യഭാമ പറഞ്ഞത്, ഇയാൾ കാക്കയെ പോലെ കറുത്താളല്ലേ, ഇയാൾക്കൊക്കെ നൃത്തം ചവിട്ടാൻ കഴിയുക? ഇത് പറഞ്ഞ കലാഭവൻ സത്യഭാമയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കേരളം കണ്ടു. ഇന്നും ഇതേപോലുള്ള മേഖലയിൽ, സിനിമയിൽ, നൃത്തത്തിൽ, സംഗീതത്തിൽ ഇതൊക്കെ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ. ഈ കലയെന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത്, ഗാനമെന്ന് പറയുന്നത്, ചിത്രമെന്നൊക്കെ പറയുന്നത് ഞങ്ങൾ മേലാളന്മാർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്നല്ലേ കലാഭവൻ സത്യഭാമ രാമകൃഷ്ണനെതിരെ നടത്തിയ പ്രസ്താവനയിൽ വന്നത്? അവർക്കെതിരെ കേസെടുത്തു. അവരും ഈ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇതാണ് പൊതുമണ്ഡലത്തിൽ നടപാടുന്നത്. ഈ അടുത്ത കാലത്ത് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് വലിയ ഓളമുണ്ടാക്കിയ ഒരു കലാകാരൻ ഇപ്പോൾ മറ്റു ചില കൊടുക്കുകളും മറ്റു ട്രാപ്പുകളുമെല്ലാം അയാളുടെ മേലുണ്ട്. അതെന്തുമാകട്ടെ, നിയമം അതിന്റെ വഴിക്ക് കാര്യങ്ങൾ അന്വേഷിക്കണം. പക്ഷേ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ, ആ കലാകാരൻ വരുന്നു, അയാൾ പാട്ടുകൾ പാടുന്നു. അയാളുടെ പാട്ടുകൾ കേൾക്കാൻ ജാതി മതഭേദമന്യേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനലക്ഷങ്ങൾ തടിച്ചുകൂടുന്നു. ആ പാട്ടുകളിൽ ഇവിടുത്തെ ദലിതരുടെ, ആദിവാസികളുടെ, പാവപ്പെട്ടവരുടെ, പാർശ്വവർഗരുടെ, മുക്കുവരുടെ ഒക്കെ ജീവിതങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള വേടന്റെ പാട്ടുകൾ മലയാള കലയിൽ വലിയ ഓളമുണ്ടാക്കിയ ഒരു കാലം. ആ സമയത്ത് ശശികല എന്ന് പറയുന്ന, വിശകല എന്ന് പറയുന്ന വിശ്വഹിന്ദു പക്ഷത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന ശശികല എന്താ പരസ്യമായി പറഞ്ഞത്? വേടൻ എന്തിനാണ് റാപ്പ് സംഗീതം പാടുന്നത്? റാപ്പത്തിനാ? നിങ്ങൾക്ക് നിങ്ങളുടെ ജാതിക്കാരുടെ പഴയ പാട്ടുണ്ടല്ലോ, അതൊക്കെ പാടിയ പോലെ എന്നാണ്. ശശികലയാണോ തീരുമാനിക്കുന്നത് ഇവിടുത്തെ ദലിതരായ പാട്ടുകാർ ഏത് പാട്ട് പാടണമെന്ന്? ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ നടത്തിയ, വലിയ വിപ്ലവത്തിന് ഒരുപക്ഷെ പിന്തുണ കൊടുത്ത റാപ്പ് സംഗീതമുണ്ട്. അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള അവിടുത്തെ കറുത്തവർഗക്കാർ, അങ്ങനെയുള്ള ജനങ്ങൾ, അവർ പരിവർത്തനത്തിന് വേണ്ടി നടത്തിയ അത്തരം പാട്ടുകളാണ് റാപ്പ് സംഗീതം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ കേരളത്തിൽ വേടൻ പാടിയപ്പോൾ ശശികലമാര് പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ പാടണ്ട. പിന്നെ എന്ത് പാടണം? ഞങ്ങൾ പാടിക്കൊള്ളാമെന്നാണ്. നാട്ടിലെ അത്തരം പാട്ടുകളൊക്കെ അവർക്ക് പാടാം, പക്ഷെ നിങ്ങൾ ഇത് പാടണ്ടെന്ന് പറയുമ്പോൾ ശശികലയുടെ ഉള്ളിലിരിപ്പും ഇതേ ജാതീയമായ, വംശീയമായ അത്തരം മനോഭാവമാണ്. അപ്പോൾ ഇവിടെ ശശികലയും മുമ്പേ ഞാൻ പറഞ്ഞ സത്യഭാമയും അടൂർ ഗോപാലകൃഷ്ണനുമൊക്കെ ഒരേ പള്ളിക്കൂടത്തിൽ ഇരുന്ന് പഠിക്കുന്നവരാണ്. ജാതിയുടെ കാര്യത്തിൽ അവരുടെ മുമ്പിൽ ഈ നവോത്ഥാന കേരളം ഇല്ല. അവരുടെ മുമ്പിൽ ഈ ആധുനിക കേരളം കൊണ്ടു നടക്കുന്ന തുല്യതയുടെ, അന്തസ്സിന്റെ, മനുഷ്യത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ ആ ഉയർന്ന മൂല്യങ്ങൾ, അതൊന്നും ഇവർക്ക് ബാധകമല്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു സാംസ്കാരികോത്സവം നടക്കുകയാണ് അടൂര്. ആ സാംസ്കാരികോത്സവം നടക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടന സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്, അവർ ക്ഷണിച്ചിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനെയാണ്. ഇത്തരം ഒരു ജനാധിപത്യ വിരുദ്ധമായ, ദലിതരെ ആക്ഷേപിച്ച, സ്ത്രീകളെ ആക്ഷേപിച്ച, മാത്രമാണോ തൊഴിലാളികളെ ആക്ഷേപിച്ചില്ലേ? ചാലയിലെ തൊഴിലാളികളെ കുറിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ചാലക്കമ്പോളത്തിലെ തൊഴിലാളികൾ ഈ ഫിലിം ഫെസ്റ്റിവലിൽ വരുന്നത് നഗ്നചിത്രങ്ങൾ കാണാനാണ്, സെക്സ് കാണാനാണ് പോലും. ഫിലിം ഫെസ്റ്റിവലിൽ കാണുന്നതൊക്കെ സെക്സ് ആണെങ്കിൽ അത് കാണുന്നവർ ചാലയിലെ തൊഴിലാളികൾ മാത്രമല്ലല്ലോ, അത് കാണുന്നവരെല്ലാം കാണുന്നത് ഒരേ സെക്സ് അല്ലേ? ചാലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഏതെങ്കിലും ബ്ലൂ ഫിലിം പ്രദർശനങ്ങൾ ഏതെങ്കിലും ചലച്ചിത്രോത്സവത്തിൽ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവർ ഇരുന്ന് കാണുന്ന അതേ അന്തർദേശീയ സിനിമകൾ. പക്ഷെ അത് ചാലയിലെ തൊഴിലാളികൾ വന്നാൽ, പാവപ്പെട്ട പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന തൊഴിലാളികൾ
എന്ന് കണ്ടാൽ അവര് വരുന്നത് സെക്സ് കാണാനാണ് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. പാവപ്പെട്ട തൊഴിലാളികൾ ആക്ഷേപിക്കുകയല്ലേ? നമ്മുടെ നാട്ടിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സിനിമകളുണ്ട്. ലോകത്തിന്റെ പുതിയ കാലത്തിൽ സംസ്കാരം പറയുന്ന സിനിമകളാണ്. ആ സിനിമയ്ക്കകത്ത് ഒരു പക്ഷേ നമ്മുടെ പരമ്പരാഗതമായ മൂല്യസങ്കല്പങ്ങൾ മാത്രമല്ല, അത് ലോക സിനിമയാണ്. ആ ലോകത്ത് പ്രണയമുണ്ട്, അതിനകത്ത് സെക്സ് ഉണ്ട്, അതിനകത്ത് ആന്തരിക ജീവിതമുണ്ട്. അത് മറ്റുള്ളവർക്കെല്ലാം കണ്ടാൽ അത് കലയാണ്, മറ്റുള്ളവരെല്ലാം കണ്ടാൽ അത് ആസ്വാദനമാണ്. അത് ചാലയിലെ പാവപ്പെട്ട തൊഴിലാളികൾ കണ്ടാൽ അത് ലൈംഗികതയാണ്, അത് സെക്സാണ് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മിസ്റ്റർ ഗോപാലകൃഷ്ണ, ഈ പട്ടികജാതിക്കാരും പിന്നോക്കക്കാരും മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരുമായിട്ടുള്ള ഈ തൊഴിലാളികൾക്കൊക്കെ അഥവാ അല്പം സെക്സ് കാണണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സെക്സ് സിനിമ അവരെടുക്കുന്നതല്ല, ആരും ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന സിനിമ ടിക്കറ്റ് എടുത്ത് വന്ന് കാണുമ്പോൾ മാത്രമായിരിക്കും താൽക്കാലികമായി അവർക്ക് അത്തരം ചില കാഴ്ചകൾ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ കാണാൻ കഴിയുക. നേരെ മറിച്ച് നിങ്ങൾക്ക് അങ്ങനെ തിയേറ്ററിൽ പോയി കാണേണ്ട കാര്യമില്ല. നാലുകെട്ടുകളിൽ രാപകൽ ഇത്തരം സെക്സുകൾ നിത്യക്കാഴ്ചകളായിരുന്നില്ലേ? ഇത് ഗോപാലകൃഷ്ണൻ മറന്നുപോയോ? ഇത് മറന്നുപോയോ? ചൂട്ടുകെട്ടുകൾ ഈ കേരളത്തിന്റെ ഇടനാഴികകളിൽ ചൂട്ടുകെട്ടുകളുമായി നടന്നത് ആരാണ്? ദലിതരാണോ? ആദിവാസികളാണോ? ഏതെങ്കിലും പിന്നോക്കക്കാരാണോ? മത്സ്യത്തൊഴിലാളികളാണോ? നേരം വൈകുന്നേരം ആവുമ്പോൾ കഴുത്തിൽ ചൂട്ടുകെട്ടയുടെ പ്രകാശത്തിൽ തിളങ്ങിയത് പൂടുനൂലുകളല്ലേ? ആ ചൂട്ടുകെട്ടയുടെ വെളിച്ചത്തിൽ പൂടുനൂലുകൾ തിളങ്ങിയിട്ട് ആ തിളക്കവുമായി കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഇങ്ങനെ രാപകൽ നടന്ന് DJ പാർട്ടിയുടെ ലൈറ്റ് പോലെ പാതിരാവിൽ നടന്നവരാരാണെന്ന് അറിയാമല്ലോ. നാലുകെട്ടുകളിൽ നടന്ന നിത്യ തൊഴിൽ അഭ്യാസമായിരുന്നു ഈ ലൈംഗിക പേക്കൂത്തുകൾ. അതുകൊണ്ട് നിങ്ങൾക്ക് കിടപ്പായിൽ നിന്ന് കണ്ണു തിരിഞ്ഞ് ഒരു പക്ഷെ നോക്കിയാൽ വീട്ടിനകത്ത് കാണാൻ കഴിയുന്ന കാഴ്ചകളൊക്കെ ചാലയിലെ തൊഴിലാളികൾക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മാത്രമേ പോയി കാണാൻ പറ്റുള്ളൂ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പറയിപ്പിക്കരുത്, പലതും ഞങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരും. ഇനി ഇയാളുടെ സിനിമകൾക്ക് നോക്ക്, സ്വയംവരം എടുത്താൽ, എലിപ്പത്തായം എടുത്താൽ, ഏത് സിനിമകൾ എടുത്ത് നോക്ക്, അതിനകത്ത് എവിടെയെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ അനുഭവം ഉണ്ടോ? സിനിമ എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തേണ്ട, കല എന്ന് പറയുന്നത് ജീവിക്കുന്ന മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ ജനസമൂഹങ്ങളുടെ ജീവിതത്തെ പച്ചയായി അടയാളപ്പെടുത്തേണ്ട ഒരു മീഡിയമാണ് സിനിമ എന്ന് പറയുന്നത്. എന്നാൽ മലയാള സിനിമയുടെ കുഴപ്പം എന്താ? എന്തുകൊണ്ട് മലയാള സിനിമയിൽ ദലിതരുടെ ജീവിതമില്ല? എന്തുകൊണ്ട് മലയാള സിനിമയിൽ ആദിവാസികളുടെ ജീവിതമില്ല? എന്തുകൊണ്ട് മലയാള സിനിമയിൽ നീലവരാതി പിന്നോക്ക ജാതിക്കാരുടെ സിനിമയില്ല, അവന്റെ ജീവിതമില്ല? ആരാ തിയേറ്ററിൽ പോയി ഈ സിനിമ ടിക്കറ്റ് എടുക്കുന്നത്? ആരാണ് ബോക്സ് ഓഫീസുകളിൽ ഈ വലിയ ലാഭം ഉണ്ടാക്കുന്നത്? അതൊക്കെ ഇവിടുത്തെ പാവപ്പെട്ട കൂലിവേലക്കാരൻ, ഈ രാജ്യത്തെ സാധാരണക്കാരൻ, ദലിതരും ആദിവാസികളും സ്ത്രീകളും എല്ലാവരും കൂടി സിനിമ കണ്ടിട്ട് അങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന സിനിമയിൽ നിന്നുമാണ് നിങ്ങൾ കോടികൾ ലാഭം ഉണ്ടാക്കുന്നത്, നിങ്ങൾ കോടിക്കണക്കിന് രൂപ നേട്ടമുണ്ടാക്കുന്നത്. ആ സിനിമ കാണുന്ന ഈ മനുഷ്യരുടെ ജീവിതത്തെ ഏതെങ്കിലും മലയാള സിനിമയിലുണ്ടോ? പരിശോധിക്കണം. ഞങ്ങളിത് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണനെ ഇങ്ങോട്ട് ആക്ഷേപിച്ചതിന് പകരം അങ്ങോട്ട് ആക്ഷേപം നടത്തുന്നത് ഞങ്ങളുടെ നയമല്ല. ബാബാസാഹേബ് ബി ആർ അംബേദ്കറുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും പ്രജീരപ്പച്ചന്റെയും കട്ടകുമാറിന്റെയും വർക്കൽ എസ് കെ രാഘവന്റെയും ശ്രീനാരായണ ഗുരുവടക്കമുള്ള നവോത്ഥാന നായകന്മാരുടെ ആധുനിക ജനാധിപത്യ പാഠങ്ങൾ പഠിച്ച് പൊതുരംഗത്ത് വരുന്നവരാ ഞങ്ങൾ പറയുന്ന വിമർശനമാണ്. എന്തിന്? ആക്ഷേപത്തിന് പ്രത്യാക്ഷേപമല്ല, പകരം ഈ മനോഭാവം തിരുത്തണം. അടൂർ ഗോപാലകൃഷ്ണനെപ്പോലുള്ള നാടന്മാര് ഈ ആധുനിക കേരളത്തിൽ ജീവിക്കുമ്പോൾ ഈ മനോഭാവം തിരുത്തണം. ഇവിടെ സാംസ്കാരിക ഉത്സവമല്ലേ നടക്കുന്നത്? എന്താണ് സാംസ്കാരികം? എന്താണ് കല? എന്താണ് സാഹിത്യം? അതിനൊരു ദൗത്യമുണ്ട്. സമൂഹത്തെ പരിവർത്തിപ്പിക്കുക എന്നതാണ്, സമൂഹത്തെ മാറ്റം വിതയ്ക്കുക എന്നതാണ്. പുതിയ ലോകത്തേക്ക്, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, സഹകരണത്തിന്റെ പുതിയ ലോകത്തേക്ക് മനുഷ്യ മനസ്സുകളെ പരിവർത്തിപ്പിക്കുക എന്ന വിശാലമായ സാംസ്കാരിക ദൗത്യം കലയ്ക്കുണ്ട്, സിനിമയ്ക്കുണ്ട്, സാഹിത്യത്തിലുണ്ട്. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ അതിനകത്തെല്ലാം ഈ സവർണ ഫ്യൂഡൽ നായർ തറവാടുകൾക്കകത്ത് നടമാടിയ ജീർണതകളാണ്, കൊടും ജീർണതകൾ. മനുഷ്യന് അനുകരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്?
അതിനകത്ത് ദലിതരായ കഥാപാത്രങ്ങളുണ്ടോ? ഇയാൾ ഇവിടെ നിന്നല്ലേ സിനിമ ഉണ്ടാക്കിയത്? ആരാണ് ഗോപാലകൃഷ്ണ കേരളത്തിലെ ആദ്യത്തെ നടിയാരാ? മലയാള സിനിമയുടെ ഉപജ്ഞാതാവാരാ? നിങ്ങൾ ആരെങ്കിലും ആണോ? ഏതെങ്കിലും ഇല്ലത്തുനിന്നോ ഏതെങ്കിലും നാലുകെട്ടിന്ന് ഇറങ്ങി വന്ന് ആരും മലയാള സിനിമ ഉണ്ടാക്കിയില്ല. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലാണ്. പിന്നോക്ക ജാതിക്കാരൻ JC ഡാനിയൽ, മുഖവിഭാഗത്തിൽപ്പെട്ട ആളാണ് JC ഡാനിയൽ. പിന്നീടോ മലയാള സിനിമയുടെ മാതാവ് PK റോസിയാണ്. ആ PK റോസിയാണ് ആദ്യമായി ഒരു മലയാള സിനിമയിൽ അഭിനയിച്ച നടി. PK റോസി അറിയാമോ നിങ്ങൾക്ക്? PK റോസി ശൂദ്രയല്ല, PK റോസി ബ്രാഹ്മണനല്ല. അന്നത്തെ കാലത്ത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് പാപമാണ്, അതൊക്കെ മോശമാണ് എന്ന് പറഞ്ഞ് യാഥാസ്ഥിതികമായി ഇന്ന കാഴ്ചക്കാരായിരുന്നു, ദൂരെ നിന്നവരായിരുന്നു ഈ രാജ്യത്തെ ജാതി പ്രമാണിമാർ. അവരുടെ സ്ത്രീകളെ വിട്ടില്ല. PK റോസിയാണോ എന്ന് അഭിനയിക്കുന്നത്? അങ്ങനെ മലയാള സിനിമയുടെ പേറ്റുനോവ് അനുഭവിച്ച ദലിതയായ PK റോസി ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ആ സിനിമ ആദ്യമായി തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രകാശനം നടക്കുമ്പോൾ അവിടെ പോയിരുന്ന സിനിമ കാണാൻ മലയാളത്തിന്റെ പ്രിയങ്കരിയായ ഈ ആദ്യ നായികയായ PK റോസിക്ക് കഴിഞ്ഞില്ല. ദൂരെ നിന്ന് എത്തി നോക്കുന്നതാണ് സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൂടെ നമ്മൾ കണ്ടത്. PK റോസിയുടെ കഥ പറയുന്ന സെല്ലുലോയിഡ്, അത് കാണുമ്പോ നമ്മൾ കരഞ്ഞു പോവുകയാ. PK റോസി ദൂരെ നിന്ന് പുറത്ത് നിന്ന് അത് കാണാൻ ശ്രമിക്കുകയാണ്. സവർണര് ആയുധങ്ങളുമായി വന്നിട്ട് ഈ സിനിമയിൽ ഒരു സവർണന് റോസാപ്പൂ വെച്ച് നീട്ടുന്ന ഒരു രംഗമുണ്ട്. PK റോസിയെ പോലുള്ള ഒരു പട്ടികജാതിക്കാരി ദളിത സ്ത്രീയെ ഒരു സവർണന് അങ്ങനെ റോസാപ്പൂ വെച്ച് നീട്ടുന്ന ഒരു പ്രണയരംഗം, ആ രംഗം സഹിക്കാൻ കഴിയാതെ ഒരു സവർണന് പൂ വെച്ച് നീട്ടാൻ, അവനോട് ഐ ലവ് യു എന്ന് പറയാൻ നിലക്കണ്ടാടി അവകാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ PK റോസിയെ മാടമ്പിമാര് കൊല്ലാനിട്ട് ഓടിച്ചത് തിരുവനന്തപുരം നഗരത്തിൽ. അങ്ങനെ ഓടിപ്പോയി ആ വലരമപുരത്തെ റോഡിലേക്ക് ഓടിച്ചെന്നപ്പോ അവളെ തല്ലിക്കൊല്ലും സവർണന് പുറകെ. മലയാള സിനിമയുടെ തലപ്പത്ത് കയറിയിരുന്നുകൊണ്ട് അഗ്രജാതങ്ങളുടെ കഥ പറയുന്ന ഈ സവർണ തമ്പുരാക്കന്മാര് ഒന്ന് ഓർക്കണം, ചരിത്രം ഒന്ന് പരിശോധിക്കണം. PK റോസി ജീവനും കൊണ്ട് പോയപ്പോ വേലപ്പൻ നായർ എന്ന് പറയുന്ന ഒരുത്തൻ ഒരു വണ്ടി ഓടിച്ചു വരിക, ലോറി കൈ കാണിച്ചു. നോക്കുമ്പോ റോസി കൈ കാണിക്കുന്ന ഒരു സ്ത്രീ പരിഭ്രാന്തയാണ്. പുറകെ ചൂട്ടുകെട്ടുകളോ തീപ്പന്തങ്ങളോ ആയുധങ്ങളുമായി വരുന്ന അക്രമി സംഘം. അയാൾ പെട്ടെന്ന് അയാളുടെ ലോറിയിൽ കയറ്റി ആ സ്ത്രീയെ മധുരയിലേക്ക് അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ഓടിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്നിറങ്ങി അവളുടെ ജീവിതം മനസ്സിലാക്കി. പിന്നീട് അവരെ വിവാഹം കഴിച്ചു, ജീവിച്ചു. ആ PK റോസിയുടെ സ്വന്തം സഹോദരൻ ഗോവിന്ദൻ മരിച്ചിട്ട് 3-4 വർഷമേ ആയിട്ടുള്ളൂ. ആ ഗോവിന്ദൻ പേയാട്, തിരുവനന്തപുരത്തുള്ള പേയാട് PK റോസിയുടെ സഹോദരനായ ആ രക്തമിത്രമായ ഗോവിന്ദൻ എന്ന മനുഷ്യനെ നേരിട്ട് പോയി കാണുകയും അയാളെ കണ്ട് കേരള ദളിത് പ്രസ്ഥാനത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സാജൻ പണ്ഡിത്തടം എന്ന് പറയുന്ന ഞങ്ങളുടെ അംബേദ്കറായ സഹോദരൻ ആവശ്യപ്പെട്ട പ്രകാരം PK റോസിയുടെ കുടുംബത്തിൽ ചെന്ന് ഗോവിന്ദനെ കണ്ട് ആ കുടുംബത്തെ അവരെ മുന്നിൽ വെച്ചുകൊണ്ട് PK റോസി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം കേരള ദളിത് പ്രദേശ്. PK റോസി ഫൗണ്ടേഷൻ ബയോ എഴുതിയത് ഞാനാണ്, അത് രജിസ്റ്റർ ചെയ്തത് ഞാനാണ്. അങ്ങനെയാണ് PK റോസിക്ക് ഒരു മേൽവിലാസം ഉണ്ടായത്. കേരളത്തിലെ ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ PK റോസിയുടെ പേരിൽ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിക്കാൻ കേരള സർക്കാർ മടിച്ചു? ഈ സിനിമയെ പെട്ടത് അവരല്ലേ? അപ്പൊ മലയാള സിനിമയ്ക്ക് രൂപം കൊടുത്ത JC ഡാനിയലിന്റെ ആൾക്കാരും മത്സ്യത്തോട് നാടാർ കമ്മ്യൂണിറ്റിയാണ്. JC ഡാനിയലിന്റെ ആൾക്കാരും അതേപോലെ മലയാള സിനിമയുടെ പേറ്റു അനുഭവിച്ച PK റോസിയുടെ ആൾക്കാരെയൊക്കെ മലയാള സിനിമ അങ്ങ് കെട്ടിച്ചു. ഇപ്പോ പട്ടികജാതിക്കാരെ കാണും മലയാള സിനിമയെ കാണണമെങ്കിൽ ഒന്നുകിൽ ക്രൂരന്മാരായ 3rd സ്റ്റാൻഡേർഡ് വില്ലൻ റോളെ കിട്ടുള്ളൂ. ഈ 2 തരം വില്ലന്മാരുണ്ട് മലയാള സിനിമയിൽ. ഒരു വില്ലൻ എന്നൊക്കെ പറയുന്നത് തറവാട്ടിൽ നിന്ന് ഇറങ്ങി പൂണിലൊക്കെ ആയിട്ട് വന്ന് മറ്റുള്ളവരെ ഇടിച്ച് താഴെയിട്ട് അങ്ങനെ വിജയപേരി മുഴക്കുന്ന മോഹൻലാൽ ടൈപ്പ്, അതാ മോഹൻലാലിനെ പോലുള്ളവർ അഭിനയിക്കുന്ന പ്രമാണി വില്ലന്മാർ. അത്തരം കഥാപാത്രം മുസ്ലിമിനോ ദളിതരോ കൊടുക്കത്തില്ല. നേരെ മറിച്ച് നായകന്റെ കയ്യിൽ നിന്ന് ഇടി കൊണ്ട് ഇങ്ങനെ ഭിന്നമാകുന്ന, തളർന്നു വീഴുന്ന, ആക്ഷേപിക്കപ്പെടുന്ന വില്ലൻ കഥാപാത്രങ്ങളാണ് മലയാള സിനിമ
പട്ടികജാതിക്കാർക്കും പിന്നോക്ക ജാതിക്കാർക്കും പിന്നെ അതുപോലുള്ള ആൾക്കാർക്കൊക്കെ വെച്ച് നീട്ടുന്നത്. കിരീടവും ചെങ്കോലും ഒരു സിനിമയാണ്. ലോഹിദാസിന്റെ സിനിമയാണ് കിരീടവും ചെങ്കോലും. എന്താണ് ആ സിനിമ? അത് വലിയൊരു ഗുണ്ടയുടെ കഥയാണ്. പക്ഷേ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ ആ ഗുണ്ട ഒരു സവർണ മാടമ്പി ഗുണ്ടയാണ്. അയാൾ വന്ന് ഭയങ്കരമായ സാഹസികത കാണിക്കുന്നതും അയാൾ ഇടിച്ച് അഭ്യാസം കാണിക്കുന്നതും ഒക്കെയാണ് മോഹൻലാലിന്റെ തൊഴിയും ഇടിയുമാണ് ഈ കിരീടവും ചെങ്കോലും കാണുമ്പോൾ നമ്മൾ കാണുന്നത്. ആ സിനിമയുടെ പ്രമേയം ഉണ്ടാക്കിയത് എവിടുന്ന, ത്രെഡ് കിട്ടിയത് എവിടുന്ന? ഗുണ്ടുകാട് സാബു എന്ന് പറയുന്ന ദളിതനായ ഒരു ഗുണ്ടയുണ്ട് തിരുവനന്തപുരത്ത്, നമുക്ക് പരിചയമുള്ള ആളാണ്. ഗുണ്ടുകാട് സാബുവിന്റെ ജ്യേഷ്ഠനായ വില്ലന്റെ കഥയാണ് ഈ കിരീടവും ചെങ്കോലും. പക്ഷേ മോഹൻലാലിന് വേണ്ടി ആ ഗുണ്ടുകാട് സാബു എന്ന് പറയുന്ന അയാളുടെ സഹോദരനായ ദളിതനെ മറച്ചു വെച്ചിട്ട് ഒരു സവർണ വില്ലനായിട്ടാണ് സിനിമയിൽ വരുന്നത്. ഇങ്ങനെയാണ് മലയാള സിനിമ. ദളിതന്റെ കഥ പറഞ്ഞാലും അത് ദളിതനെ മറച്ചു പിടിക്കുന്നു. എന്നിട്ടൊരു സവർണ മോഹൻലാൽ മാടമ്പിയുടെ കഥയാക്കിയിട്ടാണ് ഈ കിരീടവും ചെങ്കോലും വന്നത്. അത് വേറൊരു കാര്യം. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ സെല്ലിലോയിഡ് എന്ന് പറയുന്ന സിനിമ, അത് കറുത്തവളായ പി കെ റോസിയുടെ കഥ പറയുന്ന സിനിമയില്ലേ? കറുത്തവളായ പി കെ റോസിയുടെ കഥ പറയുന്ന സിനിമയ്ക്കകത്ത് പെയിന്റ് അടിക്കാതെ ഒരു കറുത്ത നടിയെ കൊണ്ടുവന്നാൽ അതിന് ചെലവില്ല, അവരാണ് അഭിനയിക്കേണ്ടത്. പക്ഷെ സെല്ലുലോയിഡ് സിനിമയിൽ അഭിനയിക്കാൻ സാക്ഷാൽ കമല് പോലും കൊണ്ടുവന്നത് ചന്ദ്രിക എന്ന ഒരു പുതുമുഖ നായികയാണ്. ഒരു നടിയെ കൊണ്ടുവരും, വെളുത്ത ഒരു സവർണ ഒരു നടിയെ. എന്താ? പി കെ റോസി കറുത്തവള. എന്നാൽ പി കെ റോസിയുടെ റോൾ അഭിനയിക്കാനുള്ള ആ ഒരു സ്ഥാനം പോലും പി കെ റോസ് ജനിച്ചു വളർന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു നടിക്ക് കൊടുക്കാതെ ചന്ദ്രികയെ കൊണ്ടുവന്നിട്ട് അവളുടെ ശരീരം മുഴുവൻ ഇങ്ങനെ കറുപ്പ് തേച്ചു. എന്നിട്ട് അവളെ കറുപ്പിച്ചു. എന്നിട്ടാണ് ഈ സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമ പോലും അഭിനയിച്ചത്. മലയാള സിനിമകളുടെ പോക്ക് അങ്ങനെയാണ്. അപ്പോ ഈ മലയാള സിനിമകൾ മുഴുവൻ എനിക്ക് പറയാനുള്ളത്, മലയാള സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ ഈ പറഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, KDPക്ക് പറയാനുള്ളത് മലയാള സിനിമ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളും കൂടി പണം മുടക്കി ടിക്കറ്റ് എടുത്ത് വിജയിപ്പിച്ച് കോടികൾ വിളയുന്ന ഈ സിനിമാ ലോകം യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ജനാധിപത്യവൽക്കരിക്കപ്പെട്ടില്ല? നമ്മുടെ വിദ്യാഭ്യാസം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. നമ്മുടെ പൊതുവഴികൾ പണ്ട് ഞങ്ങൾക്ക് മാത്രം നടക്കാനുള്ള ഇടങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തെ ആട്ടിയോടിച്ചു വഴികളിന്ന്. മഹാത്മയ്യങ്കാളുടെ വില്ലുവണ്ടിയാണ് ഈ ഇടവഴികളിൽ അല്ലെ പൊതുവഴികളിൽ നടക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സമരങ്ങൾ, വില്ലുവണ്ടി സമരമുള്ള സമരം.